കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയ നിറഞ്ഞവരെ, എന്താണ് ആത്മീയത എന്നുള്ളതിന് തിരുവചനത്തിലൂടെ യേശു നമ്മോടതിന് മറുപടി പറയുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യരെ സ്നേഹിക്കുക. ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെയാണത്. പക്ഷെ പലപ്പോഴും ഒരുപാട് നമ്മൾ ധ്യാനിച്ചിട്ടുള്ള വിഷയമാണെങ്കിലും ആധ്യാത്മികതയെ ആഴത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഈശോയുടെ ഈ ഒരു നിർവചനത്തെ ആഴത്തിൽ തന്നെ നമ്മൾ ധ്യാനിക്കണം. എനിക്കൊരുപാട് ദൈവസ്നേഹമുണ്ട് എന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നന്നായി പ്രാർത്ഥിക്കുന്ന മനുഷ്യരായ നമ്മൾ പലപ്പോഴും മനുഷ്യരെ സ്നേഹിക്കാൻ പിശുക്ക് കാണിക്കുമ്പോൾ അവിടെ എന്ത് ആത്മീയതയാണുള്ളത്? എൻ്റെ ഉള്ളിൽ എൻ്റെ സഹോദരങ്ങളോട് വൈരാഗ്യബുദ്ധി നിറച്ചു വെച്ചുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ അതിലെന്ത് ആത്മീയതയാണുള്ളത്? അതുപോലെ മറുവശത്ത് എൻ്റെ ചുറ്റുപാടുമുള്ളവരെ മുഴുവൻ ഞാൻ സഹായിക്കാൻ ഓടി നടക്കാനായിട്ട് എനിക്ക് സമയമുണ്ട്, പക്ഷേ കൂദാശകളിൽ പങ്കെടുക്കാനോ എൻ്റെ ഭവനത്തിലെ ജപമാലയിൽ പങ്കെടുക്കുവാനോ എനിക്ക് സമയമില്ലെങ്കിൽ അതിലും പ്രിയ നിറഞ്ഞവരെ ആത്മീയത ഒന്നുമില്ല. അപ്പോൾ ആത്മീയത എന്ന് പറയുന്നത് ഇത് രണ്ടിൻ്റെയും ഒരു സന്തുലനാവസ്ഥയാണ്. ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക എന്നുള്ളതിൻ്റെ സന്തുലനാവസ്ഥ. തൻ്റെ സമീപത്തേക്ക് വരുന്നവരെ കാരുണ്യത്തോടെ കാണുകയും ദയയോടെ സംസാരിക്കുകയും മനുഷ്യത്വപരമായി പെരുമാറുകയും ചെയ്യുമ്പോൾ ഒപ്പം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന കൗദാശിക പ്രാർത്ഥനാ ജീവിതവും ഞാൻ നയിക്കുമ്പോൾ പ്രിയ നിറഞ്ഞവരെ അഴകുള്ള ആത്മീയ വ്യക്തിത്വങ്ങളായി മനുഷ്യരായി നമ്മൾ രൂപാന്തരപ്പെടുകയാണ്. ദിവ്യകാരുണ്യേശ്വരുടെ മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ സ്വയം ഒന്ന് വിലയിരുത്താം. ഒരു അഴകുള്ള ആത്മീയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണോ ഞാനെന്ന് ആഴത്തിലൊന്ന് ധ്യാനിക്കുക. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിനും മനുഷ്യർക്ക് കൊടുക്കേണ്ടത് മനുഷ്യനും ഒരേപോലെ കൊടുക്കാൻ എനിക്ക് സാധിക്കുമോ? സാധിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെയും മനുഷ്യനെയും ഒരേപോലെ എനിക്ക് സ്നേഹിക്കുവാൻ, അക്സെപ്റ്റ് ചെയ്യുവാൻ, എൻ്റെ ജീവിതത്തിൽ വിശുദ്ധിയുടെ പടവുകൾ ഞാൻ കയറുന്നതോടൊപ്പം തന്നെ കാരുണ്യത്തോടെ അവരെ കാണുവാൻ ഞാൻ പരിശ്രമിക്കുന്നിടത്തെല്ലാം ഈ ഒരു മനോഹരമായ ആധ്യാത്മികമായൊരു പരിവേഷം, വ്യക്തിത്വം എന്നിൽ രൂപപ്പെടാൻ തുടങ്ങുന്നു. നമുക്കൊരു നിമിഷം ദിവ്യകാരുണ്യേശ്വരോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദിവ്യകാരുണ്യേശ്വരനാഥ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വെറുപ്പുകളെയും വിദ്വേഷങ്ങളെയും എല്ലാം അങ്ങ് എടുത്തു മാറ്റണമേ. സഹോദരങ്ങളോട് ക്ഷമിക്കുവാനും സ്നേഹത്തോടെ കരുണയോടെ അവരോട് പെരുമാറുവാനും ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ആഴപ്പെട്ടൊരു ജീവിതം നയിച്ചുകൊണ്ട് അഴകുള്ള ആത്മീയ വ്യക്തിത്വങ്ങളായി ഞങ്ങളെ തന്നെ ജീവിതത്തെ മാറ്റുവാനും ഈശോയെ അങ്ങ് അനുഗ്രഹിച്ചാലും. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് ഇന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് ഇന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് ഇന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.